أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്നും അതിൻ്റെ പാരായണം വലിയ ഇബാദത്താണെന്നും അതിൻ്റെ പഠനവും അതിൻ്റെ എല്ലാം വളരെ പ്രതിഫലാർഹമാണെന്നും നമ്മൾ കണ്ടു, നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു തെറ്റുമില്ലാതെ പരിശുദ്ധ ഖുർആൻ എനിക്ക് പാരായണം ചെയ്യാൻ സാധിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമാണ്, അഭിലാഷമാണ് തദ്രീബിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുണ്ടാകുന്ന കാരണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരുപാട് ആളുകൾ തദ്രീബിൻ്റെ ഒന്നാമത്തെ ബാച്ചിലൂടെ പരിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്ത് ഇന്ന് അവരിൽ പലരും ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്, പാരായണം പഠിപ്പിക്കുന്നവരാണ്. അതിനുമാത്രം വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ അവർക്ക് സാധിച്ചു. എനിക്കും അങ്ങനെ ഖുർആൻ ഓതാൻ സാധിക്കണം. കുറേ ആളുകൾക്ക് സൂറത്തുൽ ഫാത്തിഹയും ചെറിയ സൂറത്തുകളും ആയത്തുൽ കുർസിയും അങ്ങനെ സൂറത്തു യാസീൻ അടക്കം ബന്ധപ്പെട്ട ആളുകൾക്ക് തെറ്റുകൂടാതെ ഓതി പഠിപ്പിക്കാൻ എനിക്ക് സാധ്യമാവണം എന്ന ആഗ്രഹവുമുള്ളവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. സാധിപ്പിക്കും തീർച്ചയായും. റബ്ബ് സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിയ്യത്ത് നന്നാക്കിയാൽ മാത്രം മതി. അങ്ങനെയാണ് നമ്മൾ തദ്രീബിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട് അതിൻ്റെ വലുപ്പവും അതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും ഇനി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് നമ്മൾ മനസ്സിലാക്കിയതാണ്, കണ്ടതാണ്, കേട്ടതാണ്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഖുർആൻ അറബിയിലാണെങ്കിലും സാധാരണ അറബിയിലല്ല എന്നാണ് എഴുതിയിട്ടുള്ളത്. പ്രത്യേകമായ ചില നിയമങ്ങളുണ്ട് എന്ന്. ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി വായിക്കും പോലെ വായിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മാ ഉൻ എന്ന് ഖുർആനിൽ നമ്മൾക്ക് വായിക്കാൻ പറ്റില്ല, മാ ഉൻ വായിക്കണമെന്ന് പറഞ്ഞു. തൻസീല പറ്റില്ല എന്നും തൻസീല വേണമെന്നും നമ്മൾ പറഞ്ഞു. ഇങ്ങനെ സവിശേഷമായ ഒരു പ്രത്യേകമായ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ ഉണ്ട് ഖുർആനിൻ്റെ പാരായണത്തിന്. അതിനാണ് തജ്വീദ് എന്ന് പറയുക എന്നും നമ്മൾ പറഞ്ഞു. ഈ തജ്വീദ് അനുസരിച്ചുള്ള പാരായണ പഠനമാണ് ഇവിടെ നടക്കുന്നത്. ചില സന്ദർഭങ്ങളിലൊക്കെ അല്പം ചില ആയത്തുകളുടെയൊക്കെ വിശദീകരണങ്ങൾ കൂടി നൽകുന്ന, ആവശ്യമാകുന്നിടത്തു മാത്രം അല്പം മാത്രം. ഖുർആൻ പഠിക്കണം, നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമുക്കറിയും. അള്ളാഹുവിൻ്റെ അഹ്ലുകാർ എന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടും.
അവരോട് മഹ്ശറയിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതാൻ വേണ്ടി പറയും? ദുനിയാവിൽ നിന്ന് നന്നായിട്ട് ഖുർആൻ ഓതിയ ആളുകൾ മഹ്ശറയിലെത്തിയാലും അവരുടെ പരിപാടി ഖുർആൻ ഓത്താണ് മഹ്ശറയിൽ. മഹ്ശറയുടെ അവസ്ഥ അതിഭയാനകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹ്ശറയിൽ വെച്ച് ആളുകൾ വന്ന് പറയുന്നത്, നബിയെ ഞങ്ങളെ വിചാരണ ഒന്ന് പെട്ടെന്ന് നടത്തി തരണം, ഞങ്ങളൊന്ന് സ്വർഗത്തിലേക്കാക്കി തരണം. അല്ല, ഞങ്ങൾ നരകാവകാശികളാണെങ്കിൽ നരകത്തിലേക്കും ആക്കി തന്നോളൂ, കുഴപ്പമില്ല, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഇതാണ് മഹ്ശർ. അവിടെയാണ് ആ ഭാഗത്ത് നോക്കി, ഒന്നങ്ങോട്ട് നോക്കി, കുറേ ആളുകൾ ഇല്ലേ, അവർ ദുനിയാവിൽ നിന്ന് നന്നായിട്ട് ഖുർആൻ ഓതിയ ആളുകളാണ്. അവരോട് റബ്ബ് പറയാണ്, യാ അഹ്ലി ഇഖ്റഉ വർഫഉ അസ്വാതക്കും, ഒന്ന് ഉറക്ക ഖുർആൻ ഓതാൻ വേണ്ടി. ചുരുക്കി പറയട്ടെ, അവരങ്ങനെ ഖുർആൻ ഓതുമ്പോൾ റബ്ബ് അവരോട് പറയാ, ചെല്ലുക അങ്ങോട്ട് മഹ്ശറയിലേക്ക്. അവരുണ്ട്, നിങ്ങളുടെ കൂട്ടുകാർ പലരും ഉണ്ട് അവിടെ. നിങ്ങൾ ചെന്നിട്ട് നിങ്ങളെ കൂട്ടുകാരെ, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളൊക്കെ കയ്യും പിടിച്ച് വന്ന് അവരെയും കൂടി സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമെന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതിന് ഖുർആൻ ഓതണം, ഖുർആൻ പഠിക്കണം. നോക്കിയാൽ നിങ്ങൾ, സഹാബിമാരെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യാ മുആദ് ഇദാ അറദ്ത ഐശ അസ്സുഅദാഇ വമീതത അശ്ശുഹദാ. ആ ഹദീസ് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. ഇദാ അറദ്ത ഐശ അസ്സുഅദാഇ, വിജയികളുടെ ജീവിതം നിങ്ങൾ നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വമീതത അശ്ശുഹദാഇ, ശുഹദാഇൻ്റെ മരണം വരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം പറഞ്ഞു എന്നറിയോ? കേട്ടോക്കിയേ. മുആദ് ബിൻ ജബൽ എന്ന അനുചരരോട് മണിമുത്ത് ത്വാഹ റസൂലുരത്തവരോട്, സുഹദാക്കളെ ഒരു ജീവിതം കൊതിക്കുന്നു, ശുഹദാക്കളെ തിരുമരണമേ വരിക്കുന്നു, ഹശറിൻ്റെ നാളിനെ ജാത്തിനാൽ കഴിയുന്നു, ഖൗഫിൻ്റെ ദിനമിൽ അമ്നിലായി കൂടുന്നു, ഇരുളിൻ്റെ സമയം നൂറിനാൽ തിളങ്ങുന്നു, ഹറിൻ്റെ ദിനമർഷിൻ്റെ തണലിൽ നിന്നു, ദാഹം പെരുത്തന്നവിടെ ശമനി വരുന്നു, ധൈര്യം വരിച്ചവിടന്നുറച്ചും നിന്നു, ഇതിനൊക്കെ നീ ചെയ്യേണ്ടതെന്ത് മുആദേ, ഖുർആൻ ശരിക്കു പഠിക്ക് പിഴവില്ലാതെ. ഖുർആൻ ശരിക്ക് പഠിച്ചോ, എന്നാൽ ഇപ്പറഞ്ഞ പുണ്യങ്ങളൊക്കെ കിട്ടുന്നു. അല്ലാഹ് തദ്രീബിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ആ പുണ്യങ്ങളൊക്കെ ലഭിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും, തദ്രീബിലെ മുഴുവൻ കുടുംബക്കാരെയും, തദ്രീബ് കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും, ഞങ്ങളെ മാതാപിതാക്കളെയും, ഞങ്ങളെ ഉസ്താദുമാരെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ തെറ്റില്ലാതെ ഓതണം, ജീവിതമനുസരിച്ച് ഓതണം. അതിന് നോക്കിയേ, അതിന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഇതാണ്: അക്ഷരങ്ങൾ ക്ലിയറായി ഉച്ചരിക്കണം. അക്ഷരങ്ങൾ ക്ലിയറായി ഉച്ചരിക്കണം. തജ്വീദ് എന്നതിൻ്റെ നിർവചനം തന്നെ നോക്കിയേ, അറബി അക്ഷരങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ മഖ്റജും സിഫത്തും കൊടുക്കുക. തഫ്ഖീം, തർഖീഖ്, മദ്, ഉന്നത്ത് എന്നിവയൊക്കെ അക്ഷരങ്ങൾക്ക് കൊടുക്കുക. ഇതാണ് തജ്വീദ്. അപ്പോൾ അക്ഷരങ്ങളാണ് മെയിൻ. അല്ലെങ്കിലും അക്ഷരങ്ങളാണല്ലോ ഏത് ഭാഷയുടെയും മെയിൻ പ്രധാനം അല്ലേ? മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളം സംസാരിക്കുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ വൃത്തിയാകണ്ടേ? തമിഴ്നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം തമിഴ് അത് വൃത്തിയായി പറയണം. അറബി പറയുന്നവർ അറബി ഓക്കെ ആയിരിക്കണം. കന്നഡ പറയുന്നവർ അങ്ങനെ, അത് കന്നഡയിൽ അക്ഷരങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കൂടുതൽ ആളുകളും ഇതിൽ മലയാളം സംസാരിക്കുന്ന ആളുകളായിരിക്കും അല്ലേ? കർണാടകക്കാരുണ്ട് ഇതിൽ. നോക്കിയേ, കഴിഞ്ഞ ഒന്നാമത്തെ ബാച്ചിൽ ലണ്ടനിൽ നിന്ന് ആളുകളുണ്ടായിരുന്നു. GCCയുടെ ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള ആളുകളുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അതിൻ്റെ അവസാനത്തെ 181ാമത്തെ ക്ലാസ്സിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വിദേശത്തു നിന്ന് ആളുകൾ അതിനുവേണ്ടി വന്നു.
നമ്മുടെ മഅദിനിൻ്റെ തിരുമുറ്റത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നമുക്ക് ഉദ്ഘാടനം ചെയ്ത് നമുക്ക് തുടങ്ങിത്തന്ന സയ്യിദ് അവർകളുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയത്. അതിനുവേണ്ടി വിദേശത്ത് നിന്ന് അതിനായി വന്നു. പല രാജ്യങ്ങളിലുണ്ട് തദ്രീബിൻ്റെ പഠിതാക്കൾ. ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ മലയാളം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലയാളമായിരിക്കണം. മലയാളം എന്നിടത്ത് മലയാളം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മലയാളമാണോ? മലയാളം അല്ലേ? ആണ്. പക്ഷേ എന്ന് പറയുന്നിടത്ത് പസ്സേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നോക്കി. അക്ഷരം എന്ന് പറയുന്നിടത്ത് അസരം. കേട്ടുന്നില്ലേ? ഭാഷ വൃത്തികേടായില്ലേ? ആയി. കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എൻ്റെ സംസാരത്തിൽ എന്ന് ചോദിക്കുന്നിടത്ത് കുയപ്പം എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ചിരിക്കാനല്ല. കുയപ്പം. എന്തെങ്കിലും കുയപ്പമുണ്ടോ? കുയപ്പം? എന്താ പ്രശ്നം? പ്രശ്നം കുഴപ്പം എന്ന് ഴ പറയേണ്ടടുത്ത് കുയ ആയി. അതുകൊണ്ട് ആകെ കുയപ്പം ആയി. ഇതാണ് പ്രശ്നം. റബ്ബാകുന്ന അള്ളാഹുവാകുന്ന നമ്മെ പടച്ചു പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബിൻ്റെ വചനമാണ് നമ്മൾ ഓതുന്നത് വിശുദ്ധ ഖുർആൻ. അതിലൊരക്ഷരത്തിന് കുഴപ്പം വന്നാൽ അത് കുഴപ്പം തന്നെയാണ്. ഉറപ്പല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അക്ഷരങ്ങളൊക്കെ അതിൻ്റെ ക്ലിയറായിട്ട് നമ്മൾ പഠിക്കും. നിങ്ങൾ ടെൻഷനാവണ്ട. നമ്മൾ നന്നായിട്ട് പഠിക്കും. പ്രാക്ടീസ് ചെയ്തു പഠിക്കും. എങ്ങനെ? ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. നമുക്ക് പ്രയാസമുള്ളതാണെന്ന് നമ്മൾ പറയുന്ന ചില അക്ഷരങ്ങളൊക്കെ ഉണ്ട്. ലോദ് അല്ലേ? അതൊക്കെ നമ്മൾ പ്രാക്ടീസായിട്ട് ഇൻഷാ അല്ലാഹ് പഠിക്കും. ഹാ എങ്ങനെ പറയണമെന്ന് പറയും. ഹാ. സ്വാദ് എങ്ങനെ പറയണമെന്ന് പറയും. തദ്രീബിലൂടെ ക്ലാസ് കേട്ടിട്ട് ഖുർആൻ പഠിപ്പിക്കാൻ പ്രാപ്തരായ എത്ര നൂറുകണക്കിന് ആളുകളില്ലേ? അതുകൊണ്ട് അക്ഷരങ്ങൾ ക്ലിയറായിരിക്കണം. അക്ഷരങ്ങൾ ക്ലിയറായാൽ ഓത്ത് പകുതിയിലധികം നന്നായി. അക്ഷരങ്ങൾ നോക്കിയേ. അക്ഷരങ്ങൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഏത് അക്ഷരങ്ങൾ? കുയപ്പം അല്ലേ? വൃത്തികേടായില്ലേ? വാഴ. സ്ക്രീനിലേക്ക് നോക്കിയേ. വാഴ എന്ന് എഴുതി. വാഴ കാണുന്നില്ലേ? ഇനി അതിൻ്റെ അടുത്ത് തന്നെ നോക്കിയേ. വായ. ഒന്ന് വാഴ, മറ്റൊന്ന് വായ. രണ്ട് സാധനമല്ലേ? ഒന്ന് വാഴയാണ്, മറ്റൊന്ന് വായ ആണ്. ഒന്ന് വാഴ, മറ്റൊന്ന് വായ. സകലം മുഴുവൻ എന്നർത്ഥം. ശകലം കുറച്ച് എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോഴേ മലയാളത്തിൽ തന്നെ നമുക്കറിയാം അക്ഷരം മാറിയാൽ. ഹർക്കത്ത് മാറിയാലും അങ്ങനെ തന്നെയാണ്. എങ്ങനെ തന്നെയാണ്? പല്ല്. എല്ലാവരും അവനവൻ്റെ പല്ലിലും തൊട്ടെ. പല്ല്. ഇതിനെന്താ പറയാ? പല്ല് അല്ലേ? പല്ല് എന്ന് പറയും. അല്ലാതെ അതിന് പുല്ല് എന്ന് പറയുമോ? പുല്ല് വേറെയാണ്, പല്ല് ഇതുമാണ്. പ എന്നത് പു എന്നായപ്പോൾ പല്ല് പുല്ലായി, പുല്ല് പല്ലായി. ലാമിന് ഗസറാണെങ്കിലോ പല്ലിയും ആയി. പല്ല്, പുല്ല്, പല്ലി. അക്ഷരമൊന്നും മാറിയിട്ടില്ല. ഫതഹും ഗസറും ലൊമ്പും മാറി. കളിയും കിളിയും കുളിയും പോലെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ എങ്ങനെ ഉണ്ടാവും? അക്ഷരം മാറിയാൽ, ഹർക്കത്ത് മാറിയാലൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. നീട്ടിപ്പരത്തി പറയല്ല ഞാൻ. പിന്നെയോ മനസ്സിലാകാൻ വേണ്ടിയിട്ട് 1-2 പറഞ്ഞു എന്ന് മാത്രം. മദ്ദു അങ്ങനെ തന്നെയാണ്. സ്ക്രീനിലേക്ക് നോക്കി. താടിയുള്ള മനുഷ്യൻ. അടുത്തതോ തടിയുള്ള മനുഷ്യൻ. എന്താ സംഭവിച്ചത്? താടിയായപ്പോൾ തടിയുള്ള മനുഷ്യൻ എന്നായി മാറി. രണ്ടും രണ്ടല്ലേ? കുറച്ച് നീട്ടിയിട്ടേ ഉള്ളൂ. താടിയുള്ള മനുഷ്യനാണോ? അല്ല, താടിയുള്ള. കുറച്ച് നീട്ടിയിട്ടേ ഉള്ളൂ. അത് താടിയായി, ഇത് തടിയായി. ഇവിടെ നോക്കി എല്ലാവരും നോക്കി. ഇങ്ങോട്ട് നോക്കി എല്ലാവരും. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ നിങ്ങൾ? കുതിരയുടെ പുറത്ത് മേലെ കയറിയിട്ടുണ്ടോ? കുതിരപ്പുറത്ത് കയറിയ ആളുകൾ ഒന്ന് കൈപൊക്കി. ഇങ്ങനെ കുതിരപ്പുറത്ത് കയറിയ ആളുകൾ
ഉണ്ട് കേട്ടോ, കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. കുതിരപ്പുറത്ത് കയറിയ ആളുകളുണ്ട്. ഓക്കെ, കൈ താഴ്ത്തിക്കോളൂ. ആനപ്പുറത്ത് കയറിയ ആളുകളുണ്ടോ ഇതിൽ? എവിടെയെങ്കിലുമൊക്കെ പോയ സമയത്ത് ആനപ്പുറത്ത് കയറാൻ അവസരം കിട്ടിയ ആളുകളുണ്ടോ? ഉണ്ടോ? 1 2 3 4 ചില ആളുകളൊക്കെ ഉണ്ട് ആനപ്പുറത്ത് കയറിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? കയറിയപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു അല്ലേ? വീഴുമെന്ന് ഇങ്ങനെ ഭയന്നു. ഏതായാലും കയറി. ആനപ്പുറത്ത് കയറിയിരുന്നു. ആനപ്പുറത്ത് കയറിയാലേ നമുക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, ഒരു ഫോട്ടോ എടുക്കണം, നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. എവിടെ ഇരിക്കുന്നത്? ആനപ്പുറത്ത് കയറിയിരിക്കുകയാണ്. സംഭവം തന്നെ. ഓക്കെ, സമ്മതിച്ചു. ആനപ്പുറത്ത് കയറി. ആനപ്പുറത്ത് കയറി എന്നുള്ള പാൻ്റെ ശ്രദ്ധയില്ലാതെ ആനപ്പുറത്ത് കയറി എന്നാണെങ്കിലോ ഫോട്ടോ എടുക്കാൻ നമ്മൾ ഉണ്ടാവുമോ? ഇല്ല, നാട്ടുകാർ ഫോട്ടോ എടുക്കും. അള്ളാഹു കാക്കട്ടെ അല്ലേ? ആനപ്പുറത്ത് കയറി, ആനപ്പുറത്ത് കയറി. എന്താ സംഭവിച്ചു? ആനപ്പൂ, ആനപ്പൂ. ആനപ്പുറത്ത്, ആനപ്പുറത്ത്. മേശ പുറത്തു വെക്കൂ, മേശ പുറത്തു വെക്കൂ, മേശ പുറത്തു വെക്കൂ. എങ്ങനെയുണ്ട്? നിർത്തി. ഈ 4 ഉദാഹരണങ്ങൾ മതി. അക്ഷരങ്ങൾ മാറിയാൽ, ഹർക്കത്തുകൾ മാറിയാൽ, മദ്ദും ശദ്ദും മാറിയാൽ സംഗതി തന്നെ മാറുന്നുണ്ട്. ഉറപ്പല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇതിന് വേറെ ആയത്ത് ഓതണോ, ഹദീസ് ഓതണോ? ഖുർആൻ ഓതുമ്പോൾ അക്ഷരം മാറിയാലും അക്ഷരം മാറിയാലും ഹർക്കത്ത് മാറിയാലും ശദ്ദും മദ്ദും മാറിയാലൊക്കെ വലിയ ഗുരുതരമായ അപകടമാണെന്നുള്ളതിന് വേറെ ഇനി ഹദീസ് വേണോ? വേണ്ട. ഇനി ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. അർത്ഥമൊന്നും മാറിയിട്ടില്ലെങ്കിലും ഖുർആൻ ഓതുമ്പോൾ തെറ്റിയാൽ തെറ്റന്നെ, അത് കുറ്റം തന്നെ, അത് വേറെ. പറഞ്ഞു വന്നത് അക്ഷരങ്ങൾ ക്ലിയർ ആവണം. എന്നാൽ തജ്വീദ് നല്ലൊരു ശതമാനം തജ്വീദോടുകൂടി മാത്രം. വൽ അഖ്ദു ബിത്തജ്വീദി ഹത്മുൻ ലാസിമു മൻ ലം യുജവ്വിദിൽ ഖുർആന ആസിമു ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല വഹകദാ മിൻഹു ഇലൈനാ വസല. തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതുക എന്നുള്ളത് ഹത്മുൻ ലാസിമുൻ, നിർബന്ധാണ്. അതിൻ്റെ അർത്ഥം നിർബന്ധാണ്. കാരണം അല്ലാഹു തആല മുത്തുനബിക്ക് ഇറക്കിക്കൊടുത്തത് തജ്വീദ് അനുസരിച്ചാണ്. മുത്തുനബി സഹാബത്തിനും, സഹാബത്ത് താബിഈകൾക്കും, അങ്ങനെ നമുക്ക് നമ്മുടെ ഉസ്താദുമാർ വരെ തജ്വീദ് അനുസരിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൈമാറി തന്നിട്ടുള്ളത്. ഇനി കേട്ടോ. മഹാനരായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞാലേ കർമ്മശാസ്ത്രത്തിൽ നമ്മുടെയൊക്കെ ലാസ്റ്റ് വാക്കാ. അവർ പറയാ لأن من قرأ القرآن على غير ما أنزل الله به ولم يراعي فيه ما أجمع عليه فقراءته ليست قرآنا وتبطل به الصلاة. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയോ? لأن من قرأ القرآن, നിശ്ചയം ഖുർആൻ ഓതുന്ന മനുഷ്യൻ എങ്ങനെയാണ് അയാൾ ഓതിയത്? അലാ ഗൈരി മാ അൻസലല്ലാഹു ബിഹി, അല്ലാഹു ഇറക്കിയ രൂപത്തിലല്ലാതെ. വലം യുറാഇ ഫീഹി മാ ഉജ്മിഅ അലൈഹി, നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കാതെ ഒരാൾ ഓതിയാൽ ലൈസത്ത് ഖുർആന, അത് ഖുർആനല്ല. വതബ്തുലു ബിഹി സ്വലാത്തു, അങ്ങനെ ഓതിയ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. സ്ക്രീനിലേക്ക് നോക്കി ഒരു സംഗതി വായിച്ചു നോക്കിയേ. ഖലഖ, എന്താണ് ഖലഖ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അർത്ഥം ഖലഖ ആർക്കാ അതിൻ്റെ അർത്ഥം അറിയാം? ഖലഖ എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. ഖലഖ, യെസ്, സൃഷ്ടിച്ചു, ഉണ്ടാക്കി, പടച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഖലഖ അല്ലേ? ഖലഖ, സൃഷ്ടിച്ചു. ആ ഖ എന്ന അക്ഷരത്തിൻ്റെ പുള്ളി കളഞ്ഞു നോക്കി. അവൻ്റെ വായിക്കുക ഹലഖ. കറക്റ്റ്, ഹലഖ. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ അറിയോ? തലമുണ്ഡനം ചെയ്തു, മുടി കളഞ്ഞു. ഖ എന്ന അക്ഷരത്തിൻ്റെ പുള്ളി പോയപ്പോൾ ഹലഖ. ഇനി ആ ഹാന് പകരം ഒരു പുള്ളിയെ പോയിട്ടു കേട്ടോ. ഹാന് പകരം ഐനാണെങ്കിലോ അലഖ. അലഖത്ത് എന്ന് പറഞ്ഞാൽ മാംസ കഷ്ണം എന്നർത്ഥമുണ്ട്. അലഖ എന്ന് പറഞ്ഞാലും ആ അർത്ഥത്തിക്കാ വരിക. ചേർന്നു, ഒട്ടിപ്പിടിച്ചു എന്നൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട്.
ആ ഐനിനൊരു പുള്ളി കൂടെ കൊടുത്തിട്ട് ഖലഖ എന്നാകുമ്പോഴോ ഖലഖ പൂട്ടി, ലോക്ക് ചെയ്തു. ഇതൊക്കെ ഹലക നശിച്ചു. അറബിയിലുണ്ടെന്ന് ബോധ്യയില്ലേ? ഓക്കെ. അപ്പോ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ വരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ ശ്രദ്ധാപൂർവം അക്ഷരങ്ങൾ വളരെ ക്ലിയറായി ഉച്ചരിച്ച് വേണം ഓതാൻ. എല്ലാവരും ശ്രദ്ധിക്കണം. അക്ഷരങ്ങൾ ശരിക്കും ക്ലിയറായിട്ട് ഓതി പഠിച്ച് നമ്മൾ അതൊക്കെ പഠിക്കൂട്ടോ. നോക്കണേ, നമ്മൾ 30 ജുസ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്നാൽ നമ്മൾ ഓതും ഖുർആൻ മുഴുവനായി. അതിൽ ഈ പറഞ്ഞ എല്ലാ സംഗതികളും നമ്മൾ പഠിക്കും. അക്ഷരങ്ങൾ ഓരോന്ന് പഠിക്കും, അതിൻ്റെ ഉച്ചാരണം പഠിക്കും, അതിൻ്റെ മഖ്റജ് പഠിക്കും, അതിൻ്റെ നിയമങ്ങൾ പഠിക്കും, പരിശീലിച്ചു പഠിക്കും. ഒക്കെ നമ്മൾ പഠിക്കും. ഒരു മാസം കൊണ്ടല്ല, മാസങ്ങളെടുത്തിട്ട്. അങ്ങനെയല്ലേ നടക്കുള്ളൂ. അതെ. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട്. അതെന്താ ചോദിച്ചാൽ, നമ്മൾ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി. പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തജ്വീദ് അനുസരിച്ച് 100% ഓക്കെ ആയിട്ട് തജ്വീദ് അനുസരിച്ച് ഓതാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ബോധ്യമായി. ഒന്നാമത്തെ ബാച്ചിലൂടെ നമുക്ക് ബോധ്യമായ, നമുക്ക് ബോധിച്ചൊരു സംഗതിയാണത്. തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ ഇതനുസരിച്ച് സാധിക്കും എന്നുള്ളത്. 2 മാസം മുമ്പ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ ദുആ ചെയ്തേ. നമ്മൾ 2 മാസം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് റമദാനെ. നമ്മൾ ആ ക്ഷണിച്ചു വരുത്തിയ അതിഥിയെ മാന്യമായി സൽക്കരിച്ചോളം വീട്ടിൽ വരുമ്പോൾ, റമദാൻ വരുമ്പോൾ അതിനെല്ലാ നിലക്കും നമ്മൾ ഒരുങ്ങണം. മാനസികമായും ശാരീരികമായും എല്ലാം ഒരുങ്ങണം. ഒരുങ്ങാതെ വീട്ടിലേക്ക് റമദാൻ 1 വരുന്ന സമയത്ത് ഇയാൾ 2 മാസം അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ച് ഞാനൊരു വിരുന്നുകാരനായി വന്നപ്പോൾ ഇവിടെ ഒരു ഒരുക്കവും കാണുന്നില്ല. ഇയാളെ മനസ്സ് ഇപ്പോഴും ആ പഴയ പോലെ തന്നെയാണ്. മിണ്ടാതെ നടന്നിരുന്ന, കുശുമ്പും പോരും വെച്ച് നടന്നിരുന്ന ചില ആളുകളുണ്ടായിരുന്നു അയാൾക്ക്. അവരോട് അയാൾ ഒരു തമാശ പറയാനോ അല്ലെങ്കിൽ ആ തെറ്റുകളിൽ നിന്ന് ഒന്ന് മാപ്പ് പറഞ്ഞ് സോറി പറയാനോ ഒന്നും അയാൾ തീരുമാനിച്ചിട്ടില്ല. അയാൾക്കൊരു പ്ലാനും ഇല്ല. അയാൾ ആ പഠിച്ച ആ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും. എന്നാലേ പിന്നെന്താ റമദാൻ? ഒരു നിലക്കും അയാൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ വന്ന റമദാൻ തെറ്റിപ്പോകും, പിണങ്ങിപ്പോകും. അതായത് വലിയ റാഹത്തോടു കൂടി റമദാൻ വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് അന്ന് പറഞ്ഞത്, ആ റമദാനിൻ്റെ തലേന്നാളത്തെ ഖുതുബയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൻ്റെ മഹത്വങ്ങൾ ധാരാളം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിങ്ങൾ ചൊല്ലണം കൂടുതൽ. അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ, സ്വർഗ്ഗം ചോദിക്കണം, നരകത്തെ തൊട്ട് കാവൽ ചോദിക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ റമദാൻ വന്നാൽ ഇങ്ങനെ ചൊല്ലുന്നത്. റമദാനിൻ്റെ തലേനാളത്തെ ക്ലാസ്സാണ്. അതുകൊണ്ട് അതെങ്ങനെ ചൊല്ലണം എന്നാണ് ഇന്ന് പറയുന്നത്. റമദാൻ ഫസ്റ്റ് മുതൽ നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിലേക്ക് വരാം. റമദാൻ വരുമ്പോഴേ അതിൽ ചൊല്ലുന്ന ദിക്റില്ലേ, നോക്കിയേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. സ്ക്രീനിൽ നോക്കിയേ. അഷ്ഹദു, അതാണ് ഫസ്റ്റ് വേണ്ടത്. അഷ്ഹദു. കുറേ ആളുകൾ ചൊല്ലുന്നത് അഷ്ഹദു എന്നാണ്. അഷ്ഹദു ഹ ഇല്ല. അഷ്ഹദു അല്ലാ നോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനത്തിൽ ഹ ഒക്കെ വേണം. അല്ലാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നോ പാടില്ല. എന്ത് പാടില്ലാന്ന്? ഓക്കെ.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ചേർത്തി ഒറ്റ ശ്വാസത്തിലാണെങ്കിൽ അങ്ങനെ, നിർത്തുകയാണെങ്കിലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഇത് ശ്രദ്ധിക്കാതെ ചൊല്ലുന്ന ആളുകളുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ കേട്ടോ. അപ്പം ശരിക്കും തന്നെ തരണം. എൻ്റെ കൂടെ ചൊല്ലിക്കേ, എൻ്റെ കൂടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഒന്നുകൂടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. നിങ്ങൾ ഒറ്റക്കും ചൊല്ലിക്കേ. അഷ്ഹദു ഷറായിട്ടുണ്ട്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് നോക്കിയേ. പക്ഷേ ആരോ കുറച്ചാളുകൾ അസ്തഗ്ഫി എന്നായോ ഐനായോ ഐനാണ് വേണ്ടിട്ടോ. അസ്തഗ്ഫിറുല്ലാഹ് പറയണം. ഒന്നാമത്തെ പത്തില്, ആദ്യത്തെ പത്തില്. ഇനി നമ്മൾ അടുത്ത ക്ലാസ് റമളാനിലുണ്ടാവുക, നോമ്പിനാണ് വരിക. അതുകൊണ്ട് അഡ്വൻ സാഹിബ് പറയാണ് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. ചൊല്ലു. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. അതെങ്ങനെ വർദ്ധിപ്പിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എണ്ണം നോക്കൊന്നും വേണ്ട, അങ്ങനെ ചൊല്ലുക. അല്ലാഹുമ്മ അർഹംനി ധാരാളം ചൊല്ലുക. ഇത് 3 എണ്ണം ചൊല്ലിയാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 എണ്ണം ചൊല്ലിയാൽ അല്ലാഹുമ്മ അർഹംനി 3 എണ്ണേ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. മുത്തുനബി പറഞ്ഞത് ഈ ഒന്നാമത്തെ 10 അല്ലാഹുമ്മ അർഹംനി ധാരാളം ചൊല്ലണം എന്നാണ്, വർദ്ധിപ്പിക്കാനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലാതെ വെറും അല്ലാഹുമ്മ അർഹംനി എന്നത് മാത്രം ചൊല്ലട്ടോ. അങ്ങനെയൊക്കെ ആളുകൾ വിചാരിച്ചിട്ടുണ്ടെന്നേ. ഏത് ഇത് 3 എണ്ണം ചൊല്ലിയാൽ ഇത് 3, അത് 7 ആണെങ്കിൽ ഇതും 7. അങ്ങനെയൊന്നുമില്ലാന്ന്. വർദ്ധിപ്പിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ, സ്വർഗം തരട്ടെ, നരകത്തെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. ഇതാണ് റമദാനിൽ നമ്മൾ കൂടുതൽ ചൊല്ലേണ്ടതും കൂടുതൽ ചെയ്യേണ്ടതും. എന്നിട്ട് തറാവീഹ് ഒക്കെ നിസ്കരിക്കണം. സൂറത്തുകളും ഇൻഷാ അല്ലാഹ് ഫാത്തിഹ സൂറത്ത് നമ്മൾ തുടക്കം ഫസ്റ്റ് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ ക്ലാസ്സാണുള്ളത്. സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആനാണ്, ഖുർആനിൻ്റെ ഉമ്മയാണ്. ധാരാളം തെറ്റുകൾ ബോധപൂർവമാണ് പറയുന്നത് കേട്ടോ. ധാരാളം തെറ്റുകൾ നമ്മുടെ ഖിറാഅത്തിൽ വരുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ നമ്മുടെ അടുത്ത ക്ലാസ്സോട് കൂടി തീരുമാനമാവും. തറാവീഹ് നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളൊക്കെ ശ്രദ്ധിച്ച് ഓതി വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമൊക്കെ വർദ്ധിപ്പിച്ച് ദിക്റുകളും സ്വലാത്തുകളുമൊക്കെ നല്ല ഉഷാറായിട്ട് ചൊല്ലി ഏറ്റി എണ്ണമൊക്കെ കൂട്ടി സ്വലാത്തൊക്കെ കുറച്ച് കൂടുതൽ വർദ്ധിപ്പിച്ച് നല്ല ഒരു റമദാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് പറയണം. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അല്ലാഹുവേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പ് പിടിച്ചത്, നീ തന്ന ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്തു എന്ന് പറയണം. ഞാൻ മസ്അലയിലേക്ക് വരികയല്ല. അതുപോലെ നോമ്പിൻ്റെ നീയത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദു ബിൽ ഖൽബ്, മനസ്സിൽ കരുതലാ. ഈ വർഷത്തെ റമദാനിലെ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടാൻ കരുതി. ഇത് മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. അത് പറയലും സുന്നത്താണ് അല്ലേ. നവൈതു സൗമ ഗദിൻ എല്ലാവർക്കും അറിയാലോ. കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു അടിപൊളി റമദാൻ നമുക്ക് വരണം. അതിന് നമ്മൾ ഒരുങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ്
റമദാനിലെ ക്ലാസ്സുകളിൽ റമദാനിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യുന്നതും ചൊല്ലുന്നതിലൊക്കെയുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അക്ഷര സംഗതികളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയിട്ട് നമുക്ക് സുന്ദരമായൊരു റമദാൻ നമുക്ക് ആഘോഷിക്കണം. വേണ്ടേ? വേണം. ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ റമദാൻ വിട പറയുമ്പോഴേ റമദാൻ നമ്മോട് യാത്ര പറയുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനം കിട്ടും ഉറപ്പാ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ റമദാനുകളൊക്കെ അപേക്ഷിച്ച് കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ, അത് വൃത്തിയായിട്ട് ചെയ്യാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നിട്ടുണ്ട്, അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന് ഓരോരുത്തരുടെയും മനസ്സ് പറയും. തീർച്ച ഒറ്റ കാര്യം ചെയ്താൽ മാത്രം മതി, ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ് ഉമ്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ പാരായണ പഠനമാണ്. നിസ്കാരത്തിൻ്റെ 4ാമത്തെ ഫർളാണ്. ഫാത്തിഹ ഇല്ലാത്തവന് നിസ്കാരം ഇല്ല എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ സലാത്ത ലിമൻ ലം യഖ്റ ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹ ഇല്ലാത്ത ആൾക്ക് നിസ്കാരം തന്നെ ഇല്ല എന്ന്. നിസ്കാരത്തിലൊക്കെ നമ്മുടെ ഫാത്തിഹയിൽ ധാരാളം തെറ്റുകളുണ്ട്. ഉണ്ടാകും എന്നല്ല, ഉണ്ട്, പലർക്കും ഉണ്ട്. അതെങ്ങനെ വരുന്നു, എങ്ങനെ തിരുത്താം എന്നതെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് 114 സൂറത്തുകളുള്ള വിശുദ്ധ ഖുർആനിലെ 1ാമത്തെ സൂറത്ത് ഫാത്തിഹയുടെ പാരായണ പഠനമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മയൊക്കെ പരിശുദ്ധ റമദാനിനെ നന്നായിട്ട് സ്വീകരിക്കാനും റമദാനിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും അങ്ങനെ അല്ലാഹുവിൻ്റെ പൊരുത്തം വാങ്ങാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ തദ്രീബിനെക്കുറിച്ച് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിച്ചു കൊടുത്ത് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും? ഓരോരുത്തരും എത്ര ആളുകളെ പുതുതായി കഴിഞ്ഞ ക്ലാസ് കേട്ടതിന് ശേഷം ഈ ക്ലാസ്സിൻ്റെ ഇടയിലായിട്ട് ഒരു 10 ആളുകളെ തദ്രീബിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞ ആളുകളുടെ ഒന്ന് കൈ പോക്കി ഒന്ന് കാണട്ടെ. 10 ആളുകളെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കായിട്ട് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, മാഷാ അല്ലാഹ്, അല്ലേ? കുറച്ച് ആളുകളുണ്ട്. ബാക്കിയുള്ള ഒരു 5 ആളെ 4 ആളെ 3 ആളെയൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്ക് കഴിയുന്ന ആളുകളെ, ഇതിന് താല്പര്യമുള്ള ആളുകളെ എല്ലാവരെയും കൂടെ കൊണ്ടുപോയിട്ട് ഇതിലാക്കിയിട്ട് ആളെ പെരുപ്പിച്ചിട്ടൊരു കാര്യമല്ല. അവർക്ക് കാര്യങ്ങൾ പറയാൻ മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് അവരെ ഖുർആനിലേക്ക് വഴി നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് റമദാനുമായൊക്കെ നമ്മൾ പറയുന്ന ചൊല്ലുന്ന ദിക്റുകളിലൊക്കെ ധാരാളം കാര്യങ്ങൾ, തറാവീഹ് നിസ്കാരത്തിന് ശേഷമുള്ള ദുആയിലൊക്കെ നമ്മൾ ധാരാളം സ്പെല്ലിങ് പിഴച്ച് പറയുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ തിരുത്തണം. ഉമ്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ പഠിക്കണം. മറ്റ് സൂറത്തുകളിലേക്കൊക്കെ നമുക്ക് വരണം. ആവർത്തിച്ച് പറയുന്നു, ഒന്നും നിങ്ങൾ കൂടുതൽ ചെയ്യാനില്ല, ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് തരട്ടെ. തദ്രീബിൻ്റെ ഈ 2ാം ബാച്ച് ഇതിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, പഴയ ആളുകളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും തദ്രീബ് ഇതൊരു ഖുർആൻ കുടുംബമാണിത്. ഈ കുടുംബത്തിൽ എല്ലാവർക്കും അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും നൽകണേ. അല്ലാഹ് വരാനിരിക്കുന്ന മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഞങ്ങളിലേക്ക് എത്തുന്ന പരിശുദ്ധ റമദാനിനെ നന്നായിട്ട് ഞങ്ങൾ 2 മാസമായി ക്ഷണിച്ചു വരുത്തുകയാണ്. മാന്യമായി സ്വീകരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. റമദാനിനെ അർഹിക്കും വിധം ഞങ്ങൾക്ക് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. തദ്രീബ് കുടുംബത്തിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഒരുപാട് പേര് രോഗികളുണ്ട്, താമായ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും മറ്റുമൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാമല്ലോ അല്ലാഹുവേ അവരുടെയൊക്കെ ഖൽബിലെ മനസ്സിനകത്തെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഇവിടുന്ന് പറയാതെ തന്നെ എല്ലാവരുടെയും ഖൽബിൻ്റെ അറിയുന്ന അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട് നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ആലിമീങ്ങൾക്ക്, സദാത്യങ്ങൾക്ക്, സയ്യിദുമാർക്ക്, ഉമറാക്കൾക്ക്, പ്രവർത്തകർക്ക് നീ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ നേതൃത്വം, അവരുടെ തണൽ ഞങ്ങൾക്ക് നീ നൽകണേ. ഒരുപാട് കാലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഖബറുകളിലേക്ക് ഈ വിശുദ്ധ ഖുർആനിൻ്റെ പരിശുദ്ധമായ ഈ നല്ല മജ്ലിസിൻ്റെ വെളിച്ചവും നൂറും നീ നൽകണേ അല്ലാഹ്. മിസ്ലു സവാബ് കാണിച്ചു കൊടുത്ത് സ്വർഗീയമായ ഖബറാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നത്തു നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്
عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة